നമസ്കാരം. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഇലക്ഷൻ കമ്മീഷൻ ഈ മാസം 30-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ്. നേരത്തെ ജനുവരി 23-ാം തീയതി വരെയായിരുന്നു സമയം. അതിപ്പോഴൊരു 7 ദിവസം കൂടെ കൂട്ടി 30-ാം തീയതി വരത്തേന് ആക്കിയിരിക്കുകയാണ്. നിലവിൽ പുതിയതായിട്ട് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ളവരും അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്തുവാനും വേണ്ടിയാണ് ഈ സമയപരിധി നീട്ടിയിരിക്കുന്നത്. ഇപ്പോഴെല്ലാവരും തന്നെ അത്യാവശ്യമായിട്ട് സൈറ്റിൽ കയറി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ ഫോം സമർപ്പിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിക്കണം. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് പരിശോധനകൾ നടത്തിയുമ്പോൾ അതെല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ കൊടുത്ത അപേക്ഷകളൊക്കെ ഇപ്പം റിജക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കരട് വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ പോലും പേര് കുറേ പേരുടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉറപ്പാക്കണം. ഇപ്പോഴെന്ന് വെച്ചാൽ പുതിയതായിട്ട് അപേക്ഷ കൊടുത്തവരുടെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് നമ്പർ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേന് നോ റെക്കോർഡ് ഫൗണ്ട് എന്നാണ് എഴുതി കാണിക്കുന്നത്. അതായത് യാതൊരുവിധ വിവരങ്ങളും അതിലില്ല. അത് അങ്ങനെ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. അപേക്ഷ കൊടുത്തവർ എന്നാന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ പുതിയ അപേക്ഷ ഇപ്പോൾ തന്നെ സമർപ്പിക്കണം. നിങ്ങളെ കൊടുത്ത അപേക്ഷയ്ക്കകത്ത് എന്തോ തെറ്റുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉണ്ടായ ഒരു എറർ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ നിരവധി പേർക്ക് അങ്ങനെ വന്നിട്ട് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫോം 6 ആണേലും ഫോം 6A ആണേലും അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ് BLOയെ വിളിച്ച് കോൺടാക്ട് ചെയ്യണം. അവരുമായിട്ട് ചോദിക്കണം, ഞങ്ങളിങ്ങനെ അപേക്ഷ നൽകിയിട്ടുണ്ട്, അത് എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം. എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ അപേക്ഷ കൊടുക്കണം. എന്നുവെച്ചാൽ അങ്ങനെ 2-3 കേസുകൾ ഇപ്പോൾ നമ്മുടെ അടുക്ക വന്നിട്ടുണ്ടായിരുന്നു. അപേക്ഷ കൊടുത്തു, സബ്മിറ്റഡ് ആണ് കാണിച്ചത്. പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളമായിട്ടും സബ്മിറ്റഡ് എന്ന് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ BLOയെ കോൺടാക്ട് ചെയ്തപ്പോൾ അത് BLOയുടെ അടുക്കൽ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ BLOയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വീണ്ടും പുതിയൊരു അപേക്ഷയും കൂടെ കൊടുത്തു. ആ അപേക്ഷ ചെന്നു, മറ്റേ അപേക്ഷ ഇതുവരെ ചെന്നിട്ടുമില്ല. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും BLOയെ കോൺടാക്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കാര്യം ഇതെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ഫോണിൽ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അറിയാൻ മേലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പുതിയ ഫോം എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ നൽകിയിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസ് നമ്പർ അടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അവിടെ എന്താണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഞാൻ വീഡിയോ കാണിച്ചു തരാം. അതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ voters.eci.gov.in എന്ന് പറയുന്ന സൈറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്തും ഈ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലോട്ടാണ് വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലോട്ട് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ voters.eci.gov.in എന്ന് സെർച്ച് ചെയ്യുക. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. തൊട്ട് താഴെ അതിൻ്റെ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജിലോട്ടാണ് നിങ്ങൾ വരുന്നത്. ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോം എടുക്കുമ്പോൾ അവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് തൊട്ട് താഴെ ഒരു ക്യാപ്ചയുണ്ട്, അതും ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഫോം 6, 7, 8 എല്ലാം ഫിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ട ഇതിൻ്റെ അകത്ത് സർവീസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. തൊട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം കിട്ടും. ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഡൗൺലോഡ് ഇലക്ട്രൽ റോള്, രജിസ്റ്റേർഡ് കംപ്ലൈൻറ്റ്, ട്രാക്ക് ആപ്ലിക്കേഷൻ, BLO കോള്, സബ്മിറ്റഡ് അപ്രൂവൽ, ഈ പിക് നമ്പർ ഡൗൺലോഡ്. തൊട്ട് താഴെയായിട്ട് സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം, ഒരു ലെൻസിൻ്റെ പടമൊക്കെ ആയിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടത്. മറ്റൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ മുകളിലോട്ട് ശകലം സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം മലയാളത്തിൽ വേണേൽ മാറ്റിയിടാം, മറ്റേതെങ്കിലും ലാംഗ്വേജിലോട്ടാണെങ്കിൽ ലാംഗ്വേജ് വേണേൽ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ലാംഗ്വേജ് അവിടെ സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെയായിട്ട് നമ്മുടെ എപ്പിക് നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മുടെ എന്യൂമറേഷൻ ഫോമിൽ ഉണ്ടായിരുന്ന പുതിയ എപ്പിക് നമ്പറാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തൊട്ട് താഴെ സെലക്ട് യുവർ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുന്നു.
തൊട്ട് താഴെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ബോക്സ് ഉണ്ട്. ആ ക്യാപ്ച അതുപോലെ തന്നെ എഴുതുക. സ്മോൾ ലെറ്റർ ആണല്ലോ എഴുതിയിരിക്കുന്നതെങ്കിൽ സ്മോൾ ലെറ്ററിൽ എഴുതുക. ഈ ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു കൊടുക്കുക. അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് എന്ന് പറഞ്ഞ് തൊട്ട് താഴെയുണ്ട്, അതിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ വരും. ഇവിടെയാണ് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. എപ്പിക് നമ്പർ, പേര്, വീട്ടുപേര്, എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. അതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ വിസിറ്റ് ചെയ്യോ അതർ എന്ന് പറഞ്ഞൊരു ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങളിത് വായിച്ചു നോക്കുക. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് പുതിയ വോട്ടർ ഐ ഡി ഇനി ലഭിക്കാൻ പോകുമ്പോൾ അതിൽ വരാൻ പോകുന്നത്. വീണ്ടും പുറകോട്ട് വരുമ്പോഴത്തേന് ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. പുതുതായിട്ട് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തവർ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ ഇവിടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് സബ്മിറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപേക്ഷ നൽകി എന്നാണ്. ഫീൽഡ് വെരിഫിക്കേഷൻ BLO എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പരിശോധന കഴിഞ്ഞു എന്നാണ്. അക്സെപ്റ്റഡ് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചു എന്നാണ്. റിജക്റ്റഡ് എന്നാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിച്ചു എന്നാണ് ഉള്ളത്. പിന്നെ ചില കേസുകളിൽ നോ റെക്കോർഡ് ഫൗണ്ട് എന്ന് എഴുതി കാണിക്കും. അങ്ങനെയുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ അത് ഇതുവരെ അപേക്ഷ സിസ്റ്റത്തിൽ കയറിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് പുതിയ അപേക്ഷ നൽകേണ്ടതാണ്. വീണ്ടും നമ്മൾ ഹോം പേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം തന്നെ ഫോം 6 എന്ന് പറഞ്ഞ ബോക്സ് കാണാൻ പറ്റും. തൊട്ടടുത്തായിട്ട് തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഫയലിലോട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. ഇവിടുന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നോ അക്ഷയയിൽ നിന്നോ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഇതിൽ ഫിൽ ചെയ്ത് വേണമെങ്കിൽ BLOയ്ക്ക് പുതിയ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇതൊരു 2 പേജുണ്ട്. ഈ 2 പേജും കറക്റ്റായിട്ട് ശ്രദ്ധാപൂർവ്വം വായിച്ച് നോക്കിയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇത് ഇംഗ്ലീഷിലാണ് ഈ ഫോം ലഭിക്കുന്നത്. ബാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ ഫോം 6 എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടെ നിന്ന് ഫിൽ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് മേളിൽ തന്നെ ഇംഗ്ലീഷ് എന്നവിടെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ 2 ഡ്രോപ്പ് ഡൗൺ ആരോ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. അത് മലയാളത്തിലേക്ക് വേണമെങ്കിൽ മലയാളം ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്കത് മലയാളത്തിൽ വേണമെങ്കിലും ഫിൽ ചെയ്യാം. അതുപോലെ തന്നെ ഏത് ലാംഗ്വേജിലും നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. ഇത് 3-4 പേജ് ഉണ്ട്. ഇതാദ്യം ശ്രദ്ധാപൂർവ്വം കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫിൽ ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഭാഗമുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ വ്യക്തമായ രീതിയിൽ കാണാവുന്ന വെളിച്ചമുള്ളിടത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് 3-4 പേജ് ഉണ്ട്. കുറച്ച് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം HOD ക്യാപ്ചയും കൊടുത്ത് ഇത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ പുറകോട്ട് വരുവാണെങ്കിൽ ഫോം 6A ആണ് പ്രവാസി വോട്ടർമാർക്ക് വേണ്ടിയുള്ളത്. ഇതും ഇതുപോലെ തന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതുവഴി അപ്ലൈ ചെയ്യാം. ഇതിൽ പാസ്പോർട്ടിലെ വിവരങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പാസ്പോർട്ടിലെ അഡ്രസ്സ് കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതും മറ്റേപോലെ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇതും കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. പിന്നെ നമ്മൾ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേനും ഫോം 7 ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഫോം 8 ഉണ്ട്. ഈ ഫോം 8 എടുത്തു കഴിയുമ്പം കറക്ഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് എടുത്തു കഴിയുമ്പം സ്വന്തമായിട്ടാണോ അതോ വേറെ ആൾക്ക് വേണ്ടിയാണോ എന്നുള്ള ചോദിക്കും. അതേതാണ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നിങ്ങളിപ്പം ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാ വിവരങ്ങളും ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതുവഴി കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാം. BLO ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെ നിലവിൽ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാം. ഇതിപ്പം ഞെക്കി കഴിയുമ്പം BLOയെ ഇതുണ്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മൊബൈൽ നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്യാം. എപ്പിക് നമ്പർ കൊടുത്തുകൊണ്ടും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി BLO നിങ്ങളെ ഫോൺ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു പേജിൽ. എല്ലാവരും ഇതിൽ കയറി കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് കയറി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ
ഉറപ്പായിട്ടും ഇതിൽ കയറി നോക്കുക നിങ്ങളുടെ പേരുണ്ടോ. ഇനി അതല്ല പുതിയ അപേക്ഷ കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അപേക്ഷ സബ്മിറ്റ് ആയോ അതോ റിജക്റ്റ് ആയോ, എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും താമസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം നാട്ടിലുള്ള BLOയെ കോൺടാക്ട് ചെയ്യുക. ആ BLOയുമായിട്ട് നിങ്ങൾ BLOയെ വിളിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അവരെ വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. ഇനി പുതിയ അപേക്ഷ കൊടുക്കണമെങ്കിൽ പുതിയ അപേക്ഷ കൊടുക്കുക. ഇപ്പം നിരവധി അപേക്ഷകളാണ് ഒറ്റയടിക്ക് സൈറ്റിലോട്ട് വരുന്നത്. അത് കാരണം സിസ്റ്റത്തിന് ഭയങ്കര എറർ സംഭവിക്കുന്നുണ്ട്. അപേക്ഷ കൊടുത്ത് സബ്മിറ്റഡ് എന്നൊക്കെ കാണിച്ച് റെഫറൻസ് നമ്പർ ലഭിച്ചവരുടെ പോലും അപേക്ഷ കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട്. അതായത് സിസ്റ്റത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് BLOയെ വിളിക്കാതിരിക്കില്ല നിങ്ങൾ. ഇങ്ങനെ നിങ്ങളുടെ അപേക്ഷ വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായി എഴുതി അറിയിക്കുക. എല്ലാവരുടെയും കാര്യം പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് ആവശ്യം എന്നുള്ളത് അത് മെസ്സേജ് ആയിട്ട് എഴുതി അയച്ചാൽ മതി. എന്നപ്പം അവരവരുടെ പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ച് മെസ്സേജിലൂടെ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.